നമ്മളൊക്കെ ഈ ചെറുപ്പം മുതൽ തന്നെ കേട്ടും പഠിച്ചും വളർന്ന ഒരു കഥയുണ്ട്. അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികളാണ് അല്ലെ. പൊന്നും വിലയും കൃത്യമായ നികുതികളും ഒക്കെ കൊടുത്ത് കഥാനായകൻ ഒരു സ്ഥലം വാങ്ങുകയാണ്. എന്നിട്ട് പറയുന്നു, ഭൂഗോളത്തിലെ ഈ 2 ഏക്കർ സ്ഥലത്തിന് ക്ഷീരപഥത്തിലോ സൗരയൂഥത്തിലോ അണ്ടകടാഹത്തിലോ പ്രപഞ്ചങ്ങളിലോ മറ്റാർക്കും യാതൊരു അവകാശവും ഇല്ലെന്ന്. ഈ അഭിമാനത്തിലിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടർ അധികാരത്തോടെ കടന്നു വരുന്നത്. ക്ഷണിക്കപ്പെടാതെ ആഗതരാകുന്ന പക്ഷികളും ചിത്രശലഭങ്ങളും തുടങ്ങി ചിതലുകളും എലികളും കൊടിയ വിഷമുള്ള കരിന്തേളുകളും അടങ്ങിയ അവരാണ് യഥാർത്ഥത്തിൽ ഭൂമികളുടെ അവകാശികളെന്ന് അദ്ദേഹത്തിന് ബോധ്യമാവുന്നതാണ് ആ കഥാസാരം. വെറുതെ ഈ ചാരുകസേരയിൽ മലർന്നു കിടക്കുന്ന ഒരു കഥാകാരനായല്ല, മണ്ണിനെയും സകല ജീവജാലങ്ങളെയും അടുത്തറിയുന്ന സാധാരണ മനുഷ്യനായാണ് ബഷീർ നർമ്മരസത്തോടെ ആ കഥ എഴുതിയിരിക്കുന്നത്. മറ്റൊന്നിനെ നശിപ്പിക്കാതെ മനുഷ്യന് ജീവിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് അദ്ദേഹം. അത് കഥയിൽ മാത്രമല്ല, ജീവിതത്തിലും അദ്ദേഹം പുലർത്തുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഒരു യഥാർത്ഥ സംഭവം ഇങ്ങനെയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എപ്പോഴും ചായ കുടിച്ചു കഴിഞ്ഞാൽ ആ ഗ്ലാസ് കമഴ്ത്തി വെക്കും. ഒരിക്കൽ കാരിശ്ശേരി മാഷ് ബഷീറിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ചായ കുടിച്ചാൽ ഇങ്ങനെ ഗ്ലാസ് കമഴ്ത്തി വെക്കുന്നത് എന്ന്. അങ്ങനെ ഗ്ലാസ് വയ്ക്കുമ്പോൾ ഈ വയ്ക്കുന്നിടത്ത് ചായയുടെ കറയാകുമല്ലോ. അപ്പോൾ അതിന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ മറുപടി, ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ ഇത്തിരി പോലും ചായ ബാക്കിയുണ്ടാകും. അപ്പോൾ ആ ചായയിൽ വന്ന് ഉറുമ്പുകൾ വീണ് ചത്തൊടുങ്ങും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസ് കമഴ്ത്തി വെക്കുന്നത് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഉറുമ്പിനെ പോലും ദുരന്തത്തിന് താൻ കാരണക്കാരനായിക്കൂടാ എന്നൊരു ചിന്തയായിരുന്നു അദ്ദേഹത്തിന് അല്ലേ. അതാണ് സഹജീവികളോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ഉള്ളിൽ സർവ്വചരാചാരങ്ങളോടുമുള്ള സ്നേഹം എന്നാണ് അതിനർത്ഥം. ഭൂമിയുടെ അവകാശികൾ എന്ന കഥ എഴുതിയ കഥാകാരന് അങ്ങനെയല്ലേ ചിന്തിക്കാൻ കഴിയൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സഹജീവികളോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്ന ചോദ്യം നമ്മുടെ ഉള്ളിലാണ് വേണ്ടതല്ലേ. മഹാത്മജി അത് ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഭൂമി എങ്ങനെ പരിപാലിക്കണമെന്ന് മറക്കുന്നത് നമ്മളെ തന്നെ മറക്കുന്നതിന് തുല്യമാണ് എന്ന്. അപ്പോൾ ആ മഹത് വചനങ്ങൾ ഓർത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ മനോഹരമായ വാർത്താപ്രഭാതം ആരംഭിക്കാം. ഓർക്കാം, നമ്മൾ മാത്രമല്ല, ഈ ലോകത്തെ സർവ്വചരാചരങ്ങളും ഈ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ്.